नमस्ते। जैसे किसी गज़ल में ഏതെങ്കിലും ഒരു ഗസലിൽ ആഖിരി ഷേർ के ആഖിരി ശബ്ദം അവസാന വരികളിലെ ഈരടികളിലെ അവസാന ശബ്ദം ഷേർ സിംഹം എന്നർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ സിംഹമല്ല, ഇവിടെ ഈരടി വരി. അപ്പോൾ ഒരു ഗസലിലെ ഏതെങ്കിലും ഒരു ഗസലിലെ അവസാന ഷേർ के ആഖിരി ശബ്ദം അവസാന ശബ്ദം എന്താ അവസാന ശബ്ദം പിന്നെ അവസാന ശബ്ദം ശ്രോതാവും की जुबान पर നമ്മളിപ്പോൾ ഒരു ഗസൽ കേട്ടു വിചാരിക്കാം. അതിലെ അവസാന വരികൾ ആ വരികൾ ശ്രോതാക്കളുടെ ജുബാൻ ഒരു ശ്രോതാവിൻ്റെ കേൾക്കുന്നവരുടെ നാവിൻ തുമ്പത്ത് ആപ്സെ ആപ് ആ ജാത്തെ തന്നെ ഇങ്ങനെ വരിക, സ്വയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പാടിയതിന് നമ്മൾ ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്താ പാട്ട് മൂളി കൊണ്ട് കിടക്കൽ. പാട്ട് മുഴുവനല്ല, ചില വരികൾ അത് നമ്മൾ അത്ര ആകർഷിച്ചിട്ടുണ്ടാവും, അതിങ്ങനെ മൂളി കൊണ്ട് കിടക്കും നമ്മൾ അല്ലേ. ചില പാട്ടുകൾ കേട്ടാൽ അങ്ങനെയാണ്, ചില ഗസലുകൾ കേട്ടാൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഗസലിൻ്റെ അവസാന വരി ശ്രോതാവിൻ്റെ ജുബാൻ പർ, ശ്രോതാവിൻ്റെ നാവിൽ ആപ്സെ ആപ് ആ ജാത്തെ തന്നെത്താൻ സ്വയം എങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വേസേഹി എങ്ങനെയാണോ വരുന്നത് അങ്ങനെ. വേസേഹി ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ, ഈ കവിതയിലെ അവസാന ശബ്ദം ഏതാ അത് നോക്കൂ. യാനി അന്തിം ശബ്ദ യാനി സാത് സാത് ചലന കെ ബാദ്, അവസാന ശബ്ദം വരുന്നുണ്ടല്ലോ സാത് സാത് ചലന. സാത് സാത് ചലന കെ ബാദ് യദി കവിത പാട് രോക്ക് ദിയാ ജായി തോ, സാത് സാത് ചലന എന്നതിന് ശേഷം ആ കവിത അങ്ങ് നിന്നു പോകാൻ വിചാരിക്കുക. അവിടെ നിന്നു കവിത എന്ന് വിചാരിക്കുക. അങ്ങനെ നിന്നാൽ ജായതോ സുന്നേവാലെ, ആ കവിത അവസാനിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഗുദവാക്യ പൂര കർദേങ്കി ഓർ കഹേങ്കി ജാനതേങ്കി. കേട്ടോ, അതാണ് എന്താ ആ കേൾക്കുന്നവർ സ്വയം ആ ശബ്ദം എന്താ സുന്നേവാലെ ശബ്ദ വാക്യ പൂര കർദേങ്കി, ആ വാക്യം പൂർത്തീകരിക്കും. എന്നിട്ട് അവർ പറയും അവിടെ എന്താണ് സാത് സാത് ചലന കഴിഞ്ഞാൽ ജാനതേ ഥേ എന്നവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി എത്തും. അതാണ് പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അതാണ് ഈ കവിതയുടെ പ്രത്യേകത. അപ്പം എന്താ പറഞ്ഞേ, പെട്ടെന്ന് കവിത അങ്ങ് നിന്നു പോവാം. ഏത് കഴിഞ്ഞാൽ സാത് സാത് ചലന അവിടെ നിർത്തി എന്ന് വിചാരിക്കാം. നിന്നില്ലേ അല്ലേ? അവിടെ നിൽക്കുമ്പോൾ അവസാനിപ്പിക്കേണ്ടത് നമ്മൾ നാവിൻ തുമ്പത്ത് അറിയാതെ ഒരു ശബ്ദം വരും, ജാനതേ ഥേ. അതാണ് ഈ കവിതയുടെ പ്രത്യേകത. മനസ്സിലായല്ലോ? അപ്പം എന്താ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഗസലിൻ്റെ അവസാനത്തെ വരികളിലെ അവസാന ശബ്ദം അല്ലേ, ഒരു ശ്രോതാവിൻ്റെ നാവിൻ തുമ്പത്ത് എപ്രകാരമാണോ വരുന്നത് അപ്രകാരം ഈ കവിത കേൾക്കുന്നവരുടെ നാവിൻ തുമ്പത്തും അവസാനം സാത് സാത് ചലന എന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ, അഥവാ അവിടെ വെച്ച് കവിത നിന്നുപോയാൽ, പാടിക്കൊണ്ടിരിക്കുന്ന കവിത അവിടെ നിന്നുപോയാൽ അവിടെ ശേഷം എന്താണ് പൂരിപ്പിക്കേണ്ടതെന്ന് കൃത്യമായി പൂരിപ്പിക്കാനും അത് പറയാനും കഴിയും. എന്താ പൂരിപ്പിക്കേണ്ടത്? ജാനതേ ഥേ. കിട്ടിയോ? അപ്പോൾ ആ ഒരു പാരഗ്രാഫ് മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് പാരഗ്രാഫ്. ഈ കവിത ജാന്ന ശബ്ദത്തെ, അറിയുക എന്ന ശബ്ദത്തെ റൂട്ടീഗ്രസ്ത അർത്ഥക്കോ, സാമ്പ്രദായികമായ അർത്ഥം, പാരമ്പര്യമായ അർത്ഥം. എന്താ പാരമ്പര്യമായ അർത്ഥം? നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മുടെ തിരിച്ചറിവ്, എന്തൊക്കെയാ 5 കാര്യങ്ങൾ. ഏതൊക്കെ? നാം, പദേ, ഉമ്ര, ഓഹദേ, ജാതി. പഠിച്ചു വെക്കണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഹമാരി ജാനി പഹചാനി ക്യാ ക്യാ ഹൈ, നമ്മുടെ തിരിച്ചറിവ് എന്തൊക്കെയാണ്? 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. ആ 5 കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായ ആ തിരിച്ചറിയുന്ന ആ സമ്പ്രദായത്തെ ഇവിടെ എന്ത് ചെയ്യാണ്? പൂരി തരഹ് സെ ബദൽ ദേത്തി ഹൈ, പൂർണ്ണമായും മാറ്റുന്നു ഈ കവിത. എന്ന് പറഞ്ഞാൽ
ഈ വ്യക്തിയെ കവിക്ക് പേരറിയില്ല, പിന്നെ അഡ്രസ്സ് അറിയില്ല, വയസ്സറിയില്ല, ജാതി അറിയില്ല, പദവി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ കവി എന്ത് ചെയ്തു? അയാളെ സഹായിച്ചു. കവിക്ക് ഒന്നറിയാമായിരുന്നു, എന്താ? അയാൾ നിരാശനാണെന്ന് അറിയാമായിരുന്നു. ആ നിരാശ കവിയെ ആകർഷിച്ചു. കാരണം കവിയുടെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത? ആ നിരാശനായ വ്യക്തി എന്നെ പോലെ ഒരു മനുഷ്യനാണ് എന്ന ചിന്തയാണ്. അതാണ് നമുക്കും വേണ്ടത്, നമ്മുടെ സഹപാഠികൾ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ NSS ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളും പണം സമ്പാദിച്ച് നിങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന എത്രയോ സ്കൂളുകളില്ലേ? സഹപാഠിക്ക് ഒരു വീട് എത്രയോ സ്കൂളുകളുണ്ട് അല്ലേ? അതുപോലെ ക്യാൻസർ രോഗികളായ ആളുകളെ സഹായിക്കുന്നില്ലേ ജനങ്ങൾ? കിഡ്നി പേഷ്യൻസിനെ സഹായിക്കുന്നില്ലേ? വീട് വെച്ച് കൊടുക്കാൻ സഹായം കൊടുക്കുന്നില്ലേ? സ്ഥലം വാങ്ങാൻ സഹായിക്കുന്നില്ലേ? എല്ലാത്തിനും സഹായിക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ എന്താണ്? ആ മനുഷ്യത്വമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ സഹായിക്കുമോ നമ്മൾ? ഇല്ല, ഒരു സംശയം വേണ്ട. മനുഷ്യത്വമില്ലെങ്കിൽ നമ്മൾ ഇവരാരെയും സഹായിക്കാൻ പോവില്ല. ആ മനുഷ്യത്വമാണ് നമ്മളെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രേരണ തരുന്നത്. അത് നമുക്ക് വേണം, അതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഈ പാഠം. നിങ്ങൾക്കും അത് വേണം. കാരണം നിങ്ങൾ വളർന്നു വരുന്ന തലമുറയാണ്, വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന തലമുറയാണ്. വിദ്യാഭ്യാസം എന്തിനാ? മനുഷ്യന് ഒരു മനുഷ്യനായി ജീവിക്കാനാണ്. നമ്മൾ മനുഷ്യരല്ലേ? ഇങ്ങനെ മനുഷ്യനാകാന്നാണോ? അല്ല. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥമെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നവൻ, അവനാണ് മനുഷ്യൻ. അങ്ങനെ മനുഷ്യനായി ജീവിച്ച് മരിച്ചു പോയാൽ നമ്മൾ ഈ ലോകത്തിൽ എന്നും ജീവിച്ചിരിക്കും. എങ്ങനെ? എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ ജീവിക്കും. അല്ലെങ്കിലോ ഓൻ മരിച്ചോ, ഓൻ പോയോ, പോയി നന്നായി അറിയില്ലേ, അതെ, അങ്ങനെ പറയിപ്പിക്കണം. അതല്ല, മരിച്ച് ഈ രീതിയിൽ വേണം. അപ്പം എന്താ പറഞ്ഞേ? പൂരി തരസെ ബദൽതെത്തി, പൂർണ്ണമായും ആ സമ്പ്രദായത്തെ മാറ്റുന്നു. ഏത് സമ്പ്രദായത്തെ? അറിയുക എന്ന നമ്മുടെ സമ്പ്രദായം ഏതാണോ അതിനെ മാറ്റിക്കളയുകയാണ്. കവി മാറ്റി. എന്നിട്ടോ ഇസ് കവിതയ്ക്ക് പഹലെ ദോ പംക്തിയോ മേ ഹി. ഇനി നോക്കൂ, ഈ കവിതയിലെ പഹലെ ദോ പംക്തിയോ മേ, ആദ്യത്തെ രണ്ട് വരി ഒന്ന് പരിശോധിച്ച് നോക്ക്. എന്തൊക്കെയാ? ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. വ്യക്തിക്കോ മേ നഹീ ജാൻതാ, വ്യക്തി എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ കാര്യം തീർന്നില്ലേ? കഴിഞ്ഞില്ല. അപ്പം തന്നെ പ്രശ്നം, അതിൽ തന്നെ മുഴുവൻ അർത്ഥം വന്നില്ലേ? പിന്നെ ബാക്കി വരികളിലൂടെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? നരേഷ് സക്സേന പറയുന്നത്. പക്ഷേ ആ വരികൾ കൂടെ വരുമ്പോൾ ആ കവിതയ്ക്ക് ഒന്നും കൂടെ ഭംഗി കൊടുക്കുകയാണ്. നോക്കൂ, ഇസ് കവിതയ്ക്ക് പഹലി ദോ പംക്തിയോ മേ ഹി, ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് വരികളിൽ തന്നെ കവി അപ്പനെ പൂരി ബാത് കവിതയെ കവിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കവിക്ക് എന്താ പറയാനുള്ളത്? നിരാശനായ വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു, വ്യക്തി എനിക്ക് അറിയില്ല, കഴിഞ്ഞില്ലേ? പറയാനുള്ളതൊക്കെ അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ശേഷ് പംക്തിയ, എന്നാൽ ശേഷ് പംക്തിയ, ആ ശേഷിക്കുന്ന വരികൾ, ബാക്കി വരികൾ, ഉസി കഹേക്കോ, ആ പറഞ്ഞതിനെ, രണ്ട് വരിയിൽ എന്താണോ കവി പറഞ്ഞത് അതിനെ സഖൻ, ഒന്നും കൂടെ സഖൻ, ഇടുങ്ങിയതും ഓർ ഗഹര കത്തി ഹേ, ആ പറഞ്ഞതിനെ ഒന്നും കൂടി ഇടുങ്ങിയതും അതുപോലെ തന്നെ ആഴത്തിലേക്കും കൊണ്ടുവരാനാണ് കവി ബാക്കി വരികൾ ചേർത്തത്. മനസ്സിലായോ? അപ്പോ ആ രണ്ട് വരിയിൽ തന്നെ അർത്ഥം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടു വരിയിൽ അർത്ഥം മുഴുവനായി, ഇനി പറയണമെന്നില്ല. പക്ഷേ ശേഷിച്ച വരികൾ എന്താണോ അത്, ആ പറഞ്ഞത് എന്താണോ അതിനെ ഒന്നും കൂടി അങ്ങോട്ട് ആഴത്തിലേക്ക് കൊണ്ടുവരാൻ, ശ്രോതാക്കൾക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. കവിത കാ സന്ദേശ് പഠിച്ചു വെക്കണം. നേരത്തെ പറഞ്ഞു കവിത ക്യാ യാദ് ദിലാത്തി ഹൈ, ഓർമ്മയുണ്ടോ? ക്യാ യാദ് ദിലാത്തി ഹൈ ഹമേ, എന്താ? മനുഷ്യക്കോ മനുഷ്യക്ക് തരവ് ജാന്ന, പഠിച്ചു വെക്കണം. അതുപോലെ ഇനി കവിത കാ സന്ദേശ്, കവിതയുടെ സന്ദേശം എന്താണ്? इस कविता का संदेश क्या है? क्या है संदेश? दो मनुष्यों के बीच, दो मनुष्य, രണ്ട് മനുഷ്യർക്കിടയിൽ, दो मनुष्यों के बीच മനുഷ്യത, മനുഷ്യത്വം, का एहसास, ഒരു തോന്നൽ, ഒരു അനുഭവം. രണ്ട് മനുഷ്യർക്കിടയിൽ
മനുഷ്യത്വത്തിൻ്റെ അനുഭവം, യാനി മാനവീയ സംവേദന, ഒരു മാനുഷിക വേദന. അങ്ങനെ അവൻ വിഷമിക്കുന്നുണ്ട് കേട്ടോ, അവനൊരു മനുഷ്യനാണല്ലോ എന്നെ പോലെ തന്നെ എന്ന ഒരു വിചാരം, ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അങ്ങനെ കടന്നു വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഏത്? ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. മനസ്സിലായോ? അപ്പോൾ മാനവീയ സംവേദന ഹോന ജരൂരി ഹൈ. ഒരു മാനുഷിക സംവേദന, ഒരു വേദന അനുഭവം ഉണ്ടാകുക എന്നുള്ളത് അത്യാവശ്യമാണ്. ജാൻകാരിയാം ജരൂരി, അറിവ് ആവശ്യമില്ല. രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു തോന്നലുണ്ടായാൽ മതി. അത് ഞാനും വേറൊരാളും നിൽക്കുമ്പോൾ അയാൾ എന്നെ പോലെ മനുഷ്യനാണ് എന്നൊരു തോന്നലുണ്ടായാൽ മതി. അയാളെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട, അയാളെ സഹായിക്കാൻ അയാളെക്കുറിച്ച് ഒരറിവിൻ്റെയും ആവശ്യമില്ല. മനുഷ്യത്വം എന്ന ഒരു 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 വികാരം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ജാൻകാരിയാം ജരൂരി. എന്നാൽ അറിവ് അല്ലെങ്കിൽ ആവശ്യമില്ല. കവിതയുടെ സന്ദേശം എന്താ? ദോ മനുഷ്യർക്ക് ബീച്ച്, രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത കാ അവസാസ്, ഒരു മനുഷ്യത്വത്തിൻ്റെ തോന്നൽ, അനുഭവം അത് ഉണ്ടാക്കുക. യാനി മാനവീയ സംവേദന, ഒരു മാനുഷിക വേദന. ഒരാൾ വിഷമിക്കുന്ന കാണുമ്പോൾ അയ്യോ അയാൾ എന്നെ പോലെ ഒരു മനുഷ്യനാണല്ലോ, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അയാളൊന്ന് സഹായിക്കട്ടെ എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഉള്ള ഒരു കവിതയാണ് ഈ കവിത. ഇതാണ് കവിതയുടെ സന്ദേശം. മനസ്സിലായോ? तो मनुष्य के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जरूरी, അത്യാവശ്യമാണ്. അതിനെന്ത് വേണ്ട? ജാൻകാരിയാം ജരൂരി. അറിവ് ആവശ്യമില്ല. ഒരാളെ അറിയണ്ട. അപ്പോൾ കണ്ടോ, ഒരാളെ നമുക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേരോ നാടോ പിന്നെ അഡ്രസ്സോ അയാളുടെ വയസ്സോ ജാതിയോ മതമോ അല്ലെങ്കിൽ ഒന്നും നോക്കണ്ട. മനുഷ്യൻ എന്ന ചിന്ത ഉണ്ടായാൽ മതി. മനുഷ്യനാണല്ലോ അയാൾ എന്ന ചിന്ത ഉണ്ടായാൽ മതി. കിന്തു എന്നാൽ സന്ദേശം, ഈ പറഞ്ഞ സന്ദേശം, ഇപ്പോൾ ഒരു സന്ദേശം പറഞ്ഞല്ലോ, ഏതാ? രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത, അതുപോലെ മാനവീയ സംവേദന, അത് ഈ കവിതാമേ അല്ലെങ്കിൽ സന്ദേശ് കവിതാമേ ഉപദേശം ഈ തരവിനൊക്കെയാത്ത ഒരു ഉപദേശം പോലെ വരുന്നില്ല. അങ്ങനെ പറയണ്ടോ? രണ്ടാളുകളുടെ മനുഷ്യത്വം വേണം, അങ്ങനെ ആയാലും മനുഷ്യനാവും എന്നൊക്കെ ഇതിൽ പറയണ്ടോ? ഇല്ല. പക്ഷെ എന്താണ് ആ കവിത നമുക്ക് പറഞ്ഞു തരുന്നത്? ഇതാണ്. ഏത്? ഈ സന്ദേശമാണ്. അതൊരു ഉപദേശം പോലെ നമുക്ക് പറഞ്ഞിരുന്നില്ല, ആ കവിതയിൽ വരുന്നില്ല. പക്ഷേ ഒരു ഉപദേശം പോലെ നമ്മളത് കണ്ടെത്തുകയാണ്. ഇതാണ് അതിൻ്റെ സന്ദേശം. മനസ്സിലായോ? അപ്പം എന്താ? ഒരു മനുഷ്യനെ അറിയാൻ എന്ത് വേണ്ട? അവിടെ പേരറിയണ്ട, അഡ്രസ് അറിയണ്ട, വയസ്സറിയണ്ട, പദവി അറിയണ്ട, ജാതി അറിയണ്ട. ഇതൊക്കെ അറിയണം നമുക്ക്, അല്ലേ? അപ്പോൾ ഇനി മുതൽ അത് വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു മനുഷ്യനാണ്, നിങ്ങളുടെ സഹപാഠികളും മനുഷ്യന്മാരാണ് എന്ന ചിന്ത ഉണ്ടാവണം. അതുപോലെ പെരുമാറാൻ പഠിക്കുക, മനുഷ്യത്വത്തോടെ പെരുമാറാൻ പഠിക്കുക. നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ സമൂഹത്തിലെ ആളുകളോട്, നമ്മുടെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എല്ലാവരോടും മനുഷ്യത്വത്തോടെ പെരുമാറാൻ പഠിക്കുക. അവൻ മനുഷ്യനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ആ ചിന്ത ഉണ്ടായാൽ നമ്മളും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്. അല്ലെങ്കിൽ നമ്മളാരല്ല, മനുഷ്യനല്ല. മനസ്സിലായോ? അപ്പോൾ മനുഷ്യത്വം മരവിച്ചാൽ നമ്മളാരാവും? മൃഗമാവും. അപ്പം നമുക്ക് മൃഗമാവണോ മനുഷ്യനാവണം? ഏതാ വേണ്ടത്? മനുഷ്യൻ. ഓക്കെ? അപ്പോൾ എല്ലാവരും മനുഷ്യനാവുക. ഓക്കെ?